എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ എൻ്റെ യാത്ര തമ്പാനൂർ സ്ഥിതി ചെയ്യുന്ന കൂട എന്ന സ്ഥാപനത്തിലേക്കാണ്. സ്ത്രീകൾക്ക് രാത്രികാലങ്ങളിൽ സൗജന്യമായി ഉറങ്ങാനുള്ള ഉറവിടം. അപ്പോൾ എൻ്റെ ഒരു എക്സ്പീരിയൻസ് വീഡിയോ ആട്ടോ. ഇവിടുത്തെ താമസം, ഭക്ഷണം, ബാക്കി എല്ലാത്തിനെ പറ്റി ഈ വീഡിയോയിലുണ്ട്. അപ്പോൾ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ ഈ വീഡിയോ കാണാൻ ശ്രമിക്കുക. അപ്പോൾ ഇനി നമുക്ക് എങ്ങനെയാണ് ഇങ്ങോട്ട് കയറി വരുന്നത് ഞാൻ പറയാട്ടോ. നമ്മൾ തമ്പാനൂർ സ്റ്റാൻഡ് അവിടെ എത്തിയിട്ട് അതിൻ്റെ അകത്തേക്ക് കയറുക. അകത്തേക്ക് കയറി കഴിയുമ്പോൾ നമ്മൾ ലിഫ്റ്റ് കാണാം. ലിഫ്റ്റിന്റെ അവിടെ വന്ന് നമുക്ക് 8ാമത്തെ നിലയിലാട്ടോ നമ്മുടെ ഇത് സ്ഥാപനം സ്ഥിതി ചെയ്യുന്നത്. അപ്പം ഞാനാണ് അങ്ങനെ കയറി വന്നു കഴിഞ്ഞപ്പോൾ ഇവിടെ ആരുമില്ല, വേറെ കടകളോ ഒന്നുമില്ല. നമ്മളിപ്പം നോക്കിക്കേ, നിങ്ങളിപ്പോൾ നിങ്ങളെല്ലാവരും ഇവിടെ വരുന്നതായിട്ട് താഴെ വരുമ്പോൾ താഴെ എല്ലാ കടകളെല്ലാം കാണും. പക്ഷെ ഇവിടെ വന്നു കഴിയുമ്പോൾ ഒരൊറ്റ കട പോലും ഇല്ല കേട്ടോ. നമ്മുടെ ആകെ ഇത് മാത്രമേ ഉള്ളൂ. അപ്പൊ നിങ്ങൾ പേടിക്കൊന്നും വേണ്ട കേട്ടോ. അപ്പൊ ഞാൻ പെട്ടെന്ന് വന്നപ്പോൾ ഇപ്പുറത്തെ സൈഡിലേക്ക് നോക്കി കഴിയുമ്പോൾ കടകളൊന്നും ഇല്ലാത്തതുകൊണ്ട് ഒരു ചെറിയൊരു പേടി മനസ്സിൽ വന്നു. പിന്നെ ഇപ്പുറത്തെ സൈഡിലേക്ക് നോക്കിയപ്പോഴത്തേക്ക് നമ്മുടെ ആ കൂടിന്റെ ഒരു ഓപ്ഷൻ കണ്ടു. അപ്പോൾ ആശ്വാസം പേടിയൊക്കെ പോയി. അപ്പൊ നമ്മൾ പേടിക്കൊന്നും വേണ്ട കേട്ടോ. അപ്പൊ എന്താ അവിടെ കറക്റ്റായിട്ട് വിശദാംശങ്ങളൊക്കെ എഴുതിയിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഞാൻ എന്താണ് കാര്യങ്ങൾ എന്നൊക്കെ ഞാൻ പറയാം. അപ്പൊ ഇവിടെ നമുക്ക് 6 മണിക്ക് മുമ്പ് വരുവാണെങ്കിൽ നമ്മൾ 150 രൂപ കൊടുത്ത് നമ്മൾ ക്യാഷ് കൊടുത്തിട്ട് വേണം കയറാൻ. പിന്നെന്ന് പറയുമ്പോൾ കറക്റ്റ് 6:30 കഴിഞ്ഞിട്ടാണ് നമ്മൾ വരുന്നതെങ്കിൽ 6:30 തൊട്ട് രാവിലെ 7:30 വരെയുള്ള സമയത്ത് ആ സമയത്ത് വരുന്നവർക്ക് സൗജന്യമായിട്ടായിരിക്കും താമസം. സൗജന്യ താമസവും ഭക്ഷണവും ഒക്കെ ഉണ്ടെന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഇനിയിപ്പോൾ അകത്ത് കയറി കഴിയുമ്പോഴേ അറിയാൻ പറ്റുള്ളൂ. അപ്പോൾ അകത്തേക്ക് നമുക്ക് ആദ്യം പകുതി അത് നമ്മൾ ഡോർമെറ്ററിയുടെ ഉള്ളിൽ കയറി കഴിഞ്ഞാൽ നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റത്തില്ലായിരിക്കും. കാരണം അതിൻ്റെ അകത്ത് എടുക്കണമെങ്കിൽ അവരോട് നമുക്ക് അനുവാദം ചോദിച്ചല്ലേ പറ്റുള്ളൂ. അപ്പം ഞാൻ പുറമെയുള്ള വീഡിയോ കേട്ടോ ഇപ്പോൾ ആദ്യം എടുക്കുന്നത്. പിന്നെ ഫുഡും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കിട്ടുമെന്ന് പറയുന്നു. അപ്പം നമുക്ക് അതൊക്കെ ഒരു വീഡിയോ എടുക്കണം. അപ്പം പിന്നെ മറ്റൊരു കാര്യം എന്ന് പറയുമ്പം നമുക്ക് ഒരു പേഴ്സണൽ റൂമായിട്ട് വേണമെങ്കിൽ നമുക്ക് 250 യൂറോ കൊടുക്കണം. പിന്നെന്ന് പറയുമ്പോൾ മറ്റൊന്ന് 12 വയസ്സ് വരെയുള്ള ആൺകുട്ടികളെ കയറ്റും. അതും പേരൻസ് ഇല്ലാതെ അവർ കയറ്റത്തില്ല. പിന്നെ സ്ത്രീകൾക്ക് പറ്റും. പിന്നെ സ്ത്രീകൾക്ക് മാത്രം ഉള്ളതാട്ടോ. നമുക്കിവിടെ എക്സാം ഒക്കെ എഴുതാൻ വരുന്ന പിള്ളേർക്കും ജോലി ചെയ്യുന്നവർക്കും ഒക്കെ ഒരു ഉപകാരമുള്ളതാണ്. നമുക്ക് ഇവർ പറയുന്നതെന്ന് പറയുമ്പം ഞാൻ എൻ്റെ അകത്ത് കയറിപ്പം വായിച്ച കാര്യമാണ്. ഇവർ പറയുന്നത് മാസത്തിൽ 3 തവണ നമുക്ക് ഇവിടെ വന്ന് സൗജന്യമായിട്ട് താമസിക്കാം. അതിൽ കൂടുതൽ നമ്മൾ തവണ വന്ന് കയറുവാണെങ്കിൽ 150 യൂറോ യൂറോ അല്ല കേട്ടോ, എത്രണ്ട് രൂപ കൊടുത്തു കഴിഞ്ഞ് നമുക്ക് കയറാമെന്നൊക്കെയാണ് പറയുന്നത്. എനിക്ക് അതിനെപ്പറ്റി കൂടുതലൊന്നും അറിയത്തില്ല. ഇതിൻ്റെ അകത്ത് എഴുതിയിട്ടുണ്ട്. പിന്നെ ഇനി അതിൻ്റെ ഉള്ളിലെ കാര്യങ്ങളൊക്കെ എങ്ങനെയാണെന്ന് എനിക്ക് അറിയത്തില്ല കേട്ടോ. സ്ത്രീകൾക്ക് മാത്രമുള്ളതാണ്. ഇപ്പം എക്സാം ഒക്കെ എഴുതാൻ വരുന്നവർക്ക് ഉപകാരമാണ്. ഇപ്പം ഞാൻ തന്നെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്ക് എവിടെയും പോയി പുറത്തൊന്നും പോകണ്ട. ഇപ്പോൾ സൗജന്യമായിട്ട് കയറാം. ഞാൻ ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴാണ് അറിഞ്ഞത്. ഞാൻ ചില വീഡിയോസിലൊക്കെ കണ്ടത് 150 രൂപ കൊടുത്തു കഴിഞ്ഞാൽ താമസിക്കുക എന്നുള്ളതൊക്കെ ആയിരുന്നു. പക്ഷെ ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴാണ് അറിഞ്ഞത് 6:30 കഴിഞ്ഞ് വന്നു കഴിഞ്ഞാൽ നമുക്ക് പൈസ കൊടുക്കണ്ട. പിന്നെ നമുക്ക് അല്ലാതെ റൂമും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ എടുക്കണമെങ്കിൽ മാത്രം ഫീ കൊടുത്താൽ മതി. അല്ലെങ്കിൽ നമുക്ക് അല്ലാതെ താമസിക്കുന്നതിന് എല്ലാവരുടെയും ഒപ്പം താമസിക്കുന്നതിന് നമുക്ക് ഫ്രീ ആയിട്ട് നമുക്ക് താമസിക്കാം. അപ്പം നമുക്ക് എന്തായാലും ഈ പകുതി വരെ ഭാഗം നമുക്ക് എടുക്കാട്ടോ. ആദ്യത്തെ വീഡിയോയിൽ ഉള്ളിലേക്കുള്ളത് നമുക്ക് അവരോട് ചോദിച്ചിട്ട് വീഡിയോ എടുക്കാട്ടോ. സമ്മതിക്കുമോയെന്നൊന്നും എനിക്കറിയില്ല. അപ്പം നമുക്ക് നമ്മുടെ തിരുവനന്തപുരം സിറ്റി നമുക്കിവിടെ മോളിൽ ഇരുന്ന് കഴിഞ്ഞാൽ എല്ലാം കാണാം. താഴത്തെ അപ്പുറം നമ്മുടെ ട്രെയിനൊക്കെ കിടക്കുന്ന കാണാം കേട്ടോ. ഇതിലത്ത് അത്ര ക്ലിയർ നമുക്ക് ട്രെയിനൊക്കെ കാണാം കേട്ടോ. ഹായ് എന്നൊക്കെ ഞാൻ പറയുന്നത് നമ്മൾ കാഴ്ച പെട്ടെന്ന് കാണുമ്പോഴത്തേക്ക് ഒരു സന്തോഷം വരില്ലേ, ആ ഒരു ഇതിലാകട്ടോ. അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് നമ്മുടെ താഴത്തെ സിറ്റി അല്ല ടൗൺ എല്ലാം കാണാൻ പറ്റുന്നതാണ്. അപ്പോൾ നമുക്ക് എന്തായാലും ഉള്ളിലേക്ക് പോകാം കേട്ടോ. നമ്മൾ ഉള്ളിലേക്ക് ഇങ്ങനെ പോകുന്നു. സ്ത്രീകൾക്കും കുട്ടികൾക്കും വളരെ ഏകദിന വസതി. ഇവിടെയാണ് മാർഗനിർദ്ദേശങ്ങൾ കൊടുത്തേക്കുന്നത്. ഞാൻ പറഞ്ഞില്ലേ നിങ്ങളുടെ അടുത്ത്, അതല്ല ഇവിടെയാണ് നമ്മുടെ നിർദ്ദേശങ്ങളെല്ലാം. രാത്രി 8 മണി വരെ പ്രവേശനം, സൗജന്യ ഭക്ഷണം. പിന്നെ നമുക്ക് 10 മണി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫോൺ ഉപയോഗിക്കാൻ അവരുടെ അനുവാദമില്ല, ഉപയോഗിക്കാൻ പറ്റില്ല, അങ്ങനെ എന്തൊക്കെയോ ഉണ്ട്. അപ്പം എല്ലാ നിയമങ്ങളും നിങ്ങൾ വായിച്ച് കയറുക. പിന്നെ ഇവിടെ ബാത്റൂം സൗകര്യമുണ്ട്, TV കാണാനുണ്ട്, പിന്നെ ഒരു കിച്ചൺ ഉണ്ട്, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഒരേ സമയം 50 പേർക്ക് താമസിക്കാനൊക്കെയാണ് പറയുന്നത്. അപ്പം നമുക്ക് പരാതിപ്പെട്ടിയുണ്ട്. നമുക്ക് എന്തെങ്കിലും കംപ്ലൈൻറ്റ് വരുവാണെങ്കിൽ നമുക്ക് ഇതിനകത്തെ കാര്യം അവരോട് ചോദിച്ചിട്ട് വീഡിയോ എടുക്കാം കേട്ടോ. അപ്പൊ നമുക്ക് കൂടിൻ്റെ അവിടുന്ന് ഫുഡൊക്കെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പൊ അവർ നമ്മുടെ അടുത്ത് പറഞ്ഞ പേരും സൈനും കൂടെ ഇട്ട് തന്നാൽ ഫുഡ് എടുത്തോളാം. അപ്പൊ ആദ്യം വരുന്ന 5 പേർക്ക് ഇവിടുന്ന് ഫുഡ് കൊടുക്കുന്നുണ്ട്. ചപ്പാത്തിയും കറി ചില്ലി ചിക്കൻ എന്നൊക്കെ ആട്ടോ എഴുതിയേക്കണേ. ഇനി വല്ല ഉരുളക്കിഴങ്ങ് കറിയാണോ എന്താണ് സംഭവം എന്നൊന്നും അറിയത്തില്ല. ഇനി ഇത് നമുക്ക് പൊട്ടിച്ച് നോക്കണം. പൊട്ടിച്ച് നോക്കിയാലേ അറിയാൻ പറ്റുള്ളൂ. നമ്മുടെ ജയിലിൽ നിന്ന് കൊണ്ടിരുന്ന ഫുഡാണ് കേട്ടോ പറഞ്ഞേ.
അപ്പം ഞാൻ ചില വീഡിയോസൊക്കെ കണ്ടിട്ടുണ്ട്, നമ്മുടെ ജയിലിൽ നിന്ന് ചില സ്ഥലങ്ങളിൽ ഫുഡ് കൊടുക്കുന്നുണ്ടെന്നൊക്കെ പറഞ്ഞ് പുറത്തോട്ട്. ഇത് അവിടുന്ന് ഉണ്ടാക്കിക്കൊണ്ട് വരുന്ന ഫുഡാന്നൊക്കെയാണ് പറഞ്ഞത്. പിന്നെ ഒരു കുപ്പിവെള്ളം താഴേന്ന് മേടിച്ചായിരുന്നു കേട്ടോ. അത് ഇവിടുന്നല്ല, താഴേന്ന് വെള്ളം മേടിച്ചായിരുന്നു. അപ്പം നമുക്ക് എന്താണ് ഇത് പൊട്ടിച്ച് നോക്കാം കേട്ടോ. നമ്മൾ താഴേന്ന് വെറുതെ പൈസ കൊടുത്ത് മേടിക്കുന്നതിനേക്കാളും എന്തായാലും ലാഭം ഇതല്ലേ, വെറുതെ എന്തിനാ നമ്മൾ പൈസ കൊടുക്കണേ, ശരിയല്ലേ? അപ്പൊ നമുക്ക് എന്തായാലും പൊട്ടിച്ച് നോക്കാം, വലിയ വാചകമൊന്നും അടിച്ചോണ്ടിരിക്കാതെ. നമുക്കൊന്ന് ഫുഡ് കഴിച്ചേക്കാം കേട്ടോ. എങ്ങനെയുണ്ടെന്നൊക്കെ പറയാമേ. ചപ്പാത്തിക്കകത്ത് വെച്ച് നല്ല സോഫ്റ്റ് ചപ്പാത്തി ആയതുകൊണ്ടേ പെട്ടെന്നങ്ങ് ചാറങ്ങ് ഇതായി. കഴിക്കാൻ എങ്ങനെയുണ്ടെന്ന് നോക്കാം, എന്നിട്ട് പറയാവേ. വലുതായിട്ട് പിടിച്ചില്ല. മല്ലിയിലൊക്കെ ഇട്ട് വെച്ച കറിയാന്ന് തോന്നുന്നു ഇപ്പൊ സംഭവം. എനിക്ക് മല്ലിയില ഇഷ്ടമില്ലാത്തൊരു സാധനമാണ് കറിക്കകത്ത് കഴിക്കാൻ കിട്ടണോ. ഇലയൊക്കെ എന്നെ തിരുപ്പുണ്ട്. അതുകൊണ്ട് എനിക്ക് ഇനിയിപ്പോൾ ഇവിടെ ഓരോ സ്ഥലങ്ങളിലെ ചില ആൾക്കാർ മല്ലിയിൽ കുറേ വാരിയൊക്കെ ഇട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഇനിയിപ്പോൾ അങ്ങനെയാന്ന് തോന്നുന്നു. ജയിലിലെ ഫുഡല്ലേ, അങ്ങനെയാന്ന് തോന്നുന്നു. എനിക്ക് വലുതായിട്ട് അങ്ങ് പിടിച്ചില്ല. പിന്നെ കഴിച്ചിട്ടങ്ങനെ ഉറങ്ങാം. എന്തായാലും കിട്ടുമല്ലോ, നമുക്കൊന്ന് കഴിച്ചേക്കാം. ഇപ്പോൾ ജയിലിൽ ഗോതമ്പുണ്ടൊക്കെ മാറി ചിക്കൻ എല്ലാ സംഭവം എന്നൊക്കെ പറഞ്ഞാൽ വെറുതെയാണോ? നല്ല ഇങ്ങനത്തെ കറി കിട്ടുമെന്ന് ചോദിച്ചാട്ടോ. പണത്തൊലവും ഗോതമ്പ് പൊടിയൊന്നുമല്ല, ചപ്പാത്തി നല്ല കറിയെന്നൊക്കെ കേട്ടിട്ടില്ലേ? അതുകൊണ്ട് ഞാൻ വല്ലാതെ അങ്ങ് പ്രതീക്ഷിച്ചായിരുന്നു. എന്തായാലും ഇതെങ്ങനെയും കഴിച്ചു തീർക്കട്ടെ കേട്ടോ. ഇതൊക്കെ കേട്ടോ കട്ടിലുകള്. നമ്മുടെ ഞാൻ പറഞ്ഞില്ലേ 2 നില കട്ടിലാണ്. കട്ടിലുകളും ബെഡ്ഷീറ്റൊന്നുമില്ല, നല്ല ബെഡും ഇതും ഉണ്ട്. കട്ടിലും ബെഡ്ഷീറ്റൊക്കെ നമ്മൾ കൊണ്ടുവരണം. പിന്നെ നമ്മൾ ഒരു ദിവസമൊക്കെ താമസിക്കുമ്പോൾ ഇതൊന്നും കൊണ്ടുവരത്തില്ലല്ലോ. AC ഒക്കെ വർക്കിംഗ് അല്ല, ആകെ 2 ഫാനേ ഉള്ളൂ. അത് പുറകോട്ട് കിടക്കുന്നവർക്കൊന്നും ഇല്ല കേട്ടോ. പിന്നെ എന്താ ഇവിടെ ഞാൻ പിന്നെ ഇവിടെ എന്താ വേറെ ഒന്നുമില്ല കേട്ടോ. നമ്മുടെ ബാത്റൂം സൗകര്യങ്ങളൊക്കെ ഉണ്ട്. ബാത്റൂമൊക്കെ വൃത്തിയായി സൂക്ഷിക്കുക. ബാത്റൂമൊക്കെ ഉണ്ട് സൗകര്യം. ഞാൻ ബാത്റൂമിനകത്തൊന്നും കയറിയില്ല, നമ്മുടെ ലേഡീസ് മാത്രമുള്ളതല്ലേ. അപ്പം ലേഡീസിൻ്റെ കാര്യങ്ങളൊക്കെ ഉള്ള സാധനങ്ങളൊക്കെ ഉണ്ട്. വേസ്റ്റ് ടിന്നും അങ്ങനത്തെ മറ്റു സാധനങ്ങളും എല്ലാം ഉണ്ട്. നല്ല വൃത്തിയും ക്ലീനൊക്കെ ആയിട്ടാണ്. നമ്മൾ പൊടി പിടിച്ച് അങ്ങനെയൊന്നുമല്ല. ഇതിൻ്റെ കാക്കൊക്കെ നന്നായിട്ട് തുടച്ചിട്ടൊക്കെ ആണെന്ന് തോന്നുന്നു കേട്ടോ. ഇതാട്ടോ അതിൻ്റെ അകവും ഉള്ളൊക്കെ. അപ്പം നിങ്ങൾ കണ്ടു എന്ന് വിചാരിക്കുന്നു. അപ്പം ഇത്രേ ഉള്ളൂ കേട്ടോ നമ്മുടെ വീഡിയോ. ചെറിയൊരു വീഡിയോ ആണ്. അപ്പോൾ കൂടുതൽ വരുന്ന എല്ലാവർക്കും വീഡിയോ ഉപകാരപ്പെടും ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ ചാനലൊക്കെ ആദ്യമായിട്ട് കാണുവാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണം കേട്ടോ. ഞാൻ കറക്റ്റ് ഡീറ്റെയിൽ ആയിട്ട് എല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ വരുന്നവരെ എല്ലാവർക്കും ബൈ.